കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത്. റോള പാർക്കിങ്ങിന് സമീപത്തെ ഫ്ളാറ്റിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ റോള പാർക്കിന് സമീപം, ഷാർജയിലെ റോള പാർക്കിന് സമീപമുള്ള ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ സഹോദരി ഷാർജയിലുണ്ട്. അതുല്യയുടെ സഹോദരിയാണ് ഈ വിവരം നാട്ടിൽ അറിയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതായത് അതുല്യയുടെ ഭർത്താവ് സതീഷ് നിരന്തരമായി അതുല്യയെ മദ്യപിച്ച ശേഷം എത്തി ഉപദ്രവിക്കുമായിരുന്നു. സതീഷ് ഒരു സൈക്കോയെ പോലെ ഭാര്യയോട് പെരുമാറിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തവണ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അത് മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിച്ചിട്ടുണ്ടും എന്നുള്ള വിവരം വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അതുല്യയെ സതീഷ് ഷാർജയിലേക്ക് കൊണ്ടുവന്നത്. അവർക്കൊരു മകളുണ്ട്. ഇതിനുശേഷം ഇയാൾ നിരന്തരം മദ്യപിച്ചെത്തി നിരന്തരം ഈ കുട്ടിയെ മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിന്റെ ദൃശ്യം നാട്ടിലുള്ള ഒരു സുഹൃത്തിന് ആ പെൺകുട്ടി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് അതുല്യയുടെ പിറന്നാൾ ദിവസമാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതേ ദിവസം തന്നെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത്. ഒരിക്കലും ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് രാജ്യത്തിന് പുറത്താണ്, ഷാർജയിലാണ്. ഷാർജ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം ഷാർജയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അറിയാം, വിഭജികയുടെ അടക്കമുള്ള കേസുകളിൽ ഷാർജ പോലീസ് സ്വീകരിച്ച നടപടികൾ ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധി എന്നുള്ള നടപടികൾ മാത്രമായിരിക്കും ഇത്തരം കേസുകളിൽ അവർ എടുക്കുക. ഇവിടെ എന്തായാലും കുടുംബം ഉന്നയിക്കുന്നത് ഗാർഹിക പീഡനമാണ്. ഈ പെൺകുട്ടി നിരന്തരം ഗാർഹിക പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. ഈ ഭർത്താവ് സതീഷ് ചന്ദ്രനെതിരെ, അത് കോൺട്രാക്ടിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അയാൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രാഥമികമായും ഒരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പരാതി പോലീസ് സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. എന്നാൽ ഈ കേസിലുള്ളത് പോലീസിന് നിയമോപദേശം തേടേണ്ടി വരും. അതും രാജ്യത്തിന് പുറത്തു നടന്ന ഒരു സംഭവം. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസിന് വളരെ വേഗത്തിൽ ഈ കേസിൽ എഫ്ഐആർ ഇടാൻ സാധിക്കില്ല. അതിൽ നിയമോപദേശം തേടേണ്ടി വരും. എന്തായാലും പോലീസ് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കും, നിയമോപദേശം തേടും. ഏതു തരത്തിലായിരിക്കും ഇതിൽ കേസെടുക്കാൻ സാധിക്കുക എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ചവറ പോലീസ് പരിശോധിക്കും. എന്തായാലും ഒരു ഗാർഹിക പീഡന പരാതി, ഒരു പെൺകുട്ടിയെ നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്ന പരാതി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ചവറ പോലീസ് കാണുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത് വിവരം.